നമ്മുടെ ഫാമിലി വലിയ കോഫിഷുകൾ എടുക്കണം. വലിയ പോണ്ടിലെ ഫിൽട്രേഷൻ ഞാൻ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫിഷുകളൊക്കെ വലുതായപ്പോൾ ഫിൽട്രേഷൻ ചെറിയ രീതിയിൽ നടക്കാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. ഏറ്റവും ചിലവ് കുറവിലാണ് കേട്ടോ ഞാനിവിടെ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും നീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അടുത്ത് ക്രാഫിഷിൻ്റെ വീഡിയോ ചെയ്യാമെന്നല്ലേ. പക്ഷെ ഇന്നത്തെ എൻ്റെ അവസ്ഥ ശരിക്കും ഇതാണ് കേട്ടോ. കണ്ണൊക്കെ ആകെ പഴുത്തിരിക്കുക. മമ്മൂട്ടി പറഞ്ഞ പോലെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കിടക്കുന്നത്. എന്തോ അലർജി കിട്ടിയതാണ് ഗൈസ്. പക്ഷെ നാളേക്ക് എന്തായാലും റെഡി ആവും. അപ്പോൾ നാളെ നമ്മുടെ ക്രാഫിഷിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിൽട്രേഷൻ സെറ്റപ്പ് ഏറ്റവും കൂടുതൽ ഞാൻ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്ക് അതിൽ ഗപ്പി ഗ്രാസ് അതുപോലെ തന്നെ ഫോക്സ് സ്റ്റൈലൊക്കെ ഇട്ടാൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഞാനിതിൽ ആമ്പൽ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ആരാണ് അതൊന്നും ഇടാത്തത്. പിന്നെ നമ്മുടെ മെറ്റലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ബെനിഫിഷ്യൽ ബാക്ടീരിയ നന്നായിട്ട് ഫോം ആവും. പിന്നെ ഈ ഒരു ഡ്രമ്മിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പോഞ്ച് അതുപോലെ തന്നെ സെറാമിക് റിങ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെറാമിക് റിങ്സ് വെള്ളത്തിലെ pH ഒക്കെ നന്നായി കൺട്രോൾ ചെയ്യും. അതുപോലെ ഈ ഏറ്റവും മെയിനായിട്ട് ഈ ഫിൽറ്റർ സ്പോഞ്ചുകളാണ് കേട്ടോ. ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പോഞ്ച് തന്നെ യൂസ് ചെയ്യണം. അതിൽ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഫോം ആവും. അത് നോക്കിയിരിക്കതേ നമ്മുടെ വെള്ളത്തിൽ കൂടെ ആരോ നീന്തി കളിക്കുന്നു. ചുണ്ടനിലിയാണ് ഈ കുരിശിപ്പോൾ എവിടെ വന്നേ? കാലത്ത് തന്നെ നമ്മുടെ പോണ്ടിൽ ഇറങ്ങി കുളിക്കേണ്ട എന്താണ് ഇവൻ്റെ ആവശ്യം? ഈ കാണാൻ ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഇവൻ എനിക്ക് തരാറുള്ളത് 8ന്റെ പണിയാണ് കേട്ടോ. നമ്മുടെ ഷീറ്റൊക്കെ ഓട്ടാക്കി കളയുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ കൊല്ലാതിരിക്കാനും പറ്റില്ല, എന്നാൽ വെറുതെ വിടാനും പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം.